ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണക്കക്കൊഴുവ മാങ്ങിയിട്ട് വെക്കണതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഈ ഉണക്കക്കൊഴുവ ഒരു 5 മിനിറ്റ് നേരം കുറച്ച് വെള്ളം ഒഴിച്ചിടണം. സാധാരണ ഉണക്കമീൻ വെക്കണോ ഉപ്പ് ഇറക്കൊന്നും വേണ്ട, കാരണം ഉണക്കക്കൊഴുവയിൽ അങ്ങനെ ഉപ്പുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിടുന്നതിൻ്റെ കാരണം ഇതിൽ മണൽത്തരികൾ ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി കൂട്ടി തിരുമ്പി കഴുകണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് വെള്ളം ഒഴിച്ചവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഉണക്കക്കൊഴുവ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പി ഒന്ന് കഴുകിയെടുക്കണം. കാരണം അതിൽ വല്ല മണൽത്തരികളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായി 2-3 തവണ കഴുകി അത് വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ കറി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കാരണം കൊഴുവയിൽ ഒരിക്കലും ഉപ്പുണ്ടാവില്ല. ഉണക്കമീനാന്ന് വിചാരിച്ചിട്ട് ഉപ്പ് കുറച്ചിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. കൊഴുവയിൽ ഉപ്പുണ്ടാവില്ല, ഉപ്പില്ലാണ്ട് ഉണക്കിയെടുക്കണതാണ്. ഇനി പാകത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്ത് നമുക്ക് ഈ കറി അടുപ്പത്ത് വയ്ക്കാം. ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സാധാരണ ഉണക്കമീൻ വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, സാധാരണ പച്ചമീൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് തോന്നാം. വളരെ ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. ഇനി കറിയൊക്കെ നന്നായി തിളച്ച മാങ്ങയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ഈ കറി ഒന്ന് കാച്ചിയെടുക്കണം. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചാൽ ഉണക്കക്കൊഴുവ മാങ്ങയിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.